നമസ്കാരം. തിരുവനന്തപുരത്ത് നടന്ന വൈറൽ താരം മൊണാലിസ ബോസ്ലെയുടെയും ഉത്തർപ്രദേശ് സ്വദേശി ഫർമാൻ ഖാന്റെയും വിവാഹം വലിയ നിയമ പോരാട്ടങ്ങളിലേക്കും രാഷ്ട്രീയ ചർച്ചകളിലേക്കും ഇപ്പോൾ നീങ്ങുകയാണ്. കഴിഞ്ഞ മാർച്ച് 11-ന് തിരുവനന്തപുരം അരുമാനൂർ നായനാർ ദേവക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി, A റഹീം MP തുടങ്ങിയവരുടെയൊക്കെ തന്നെ സാന്നിധ്യത്തിൽ നടന്ന ഈ വിവാഹം കേരളത്തിലെ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായാണ് അന്ന് ഭരണപക്ഷവും പാർട്ടി മാധ്യമങ്ങളുമൊക്കെ തന്നെ ഉയർത്തിക്കാട്ടിയത്. എന്നാൽ ഈ വിവാഹത്തിന് പിന്നിൽ രാഷ്ട്രീയമായ പബ്ലിസിറ്റി ലക്ഷ്യങ്ങൾ മാത്രമാണെന്ന ആരോപണവുമായിട്ട് പ്രതിപക്ഷ സംഘടനകളും ഹിന്ദുത്വ ഗ്രൂപ്പുകളുമൊക്കെ തന്നെ തുടക്കം മുതൽ തന്നെ രംഗത്തുണ്ടായിരുന്നു. വിവാഹ ചടങ്ങ് നടന്ന സമയത്ത് തന്നെ പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ച വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയാണ് വിവാഹം കഴിപ്പിച്ചു വിട്ടത് എന്ന ആരോപണങ്ങൾ അത് ശക്തമായതോടുകൂടി മൊണാലിസ തന്നെ നേരിട്ട് വാർത്താ സമ്മേളനം വിളിച്ച് തനിക്ക് 18 വയസ്സ് പൂർത്തിയായെന്നും സ്വമേധയായി എടുത്ത തീരുമാനമാണിതെന്നും പ്രഖ്യാപിച്ചു. തമ്പാനൂർ പോലീസും പെൺകുട്ടിയുടെ രേഖകൾ പരിശോധിച്ച് പ്രായപൂർത്തിയായെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് വിവാഹത്തിന് അനുമതി നൽകിയതെന്നാണ് ഔദ്യോഗിക വിശദീകരണം നൽകിയത്. എന്നാൽ ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് പുറത്തുവിട്ടിരിക്കുന്ന പുതിയ ജനന സർട്ടിഫിക്കറ്റ് ഈ വാദങ്ങളെയെല്ലാം തന്നെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നതും ഗൗരവകരമായിട്ടുള്ള നിയമപ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതുമാണ്. മധ്യപ്രദേശ് സർക്കാർ നൽകിയതെന്ന് അവകാശപ്പെടുന്ന ജനന സർട്ടിഫിക്കറ്റാണ് VHP ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഈ രേഖ പ്രകാരം 2009 ഡിസംബർ 30-നാണ് മൊണാലിസ ജനിച്ചത്. അതായത് വിവാഹം നടക്കുന്ന വേളയിൽ പെൺകുട്ടിക്ക് വെറും 16 വയസ്സും 2 മാസവും മാത്രമേ പ്രായമുള്ളൂ എന്ന് ഈ സർട്ടിഫിക്കറ്റ് സൂചിപ്പിക്കുന്നു. ഭോപ്പാലിലെ VHP പ്രവർത്തകർ ഔദ്യോഗികമായിട്ട് കൈപ്പറ്റിയ ഈ രേഖയുടെ ആധികാരികത അത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവർ DGPക്ക് പരാതി നൽകി കഴിഞ്ഞു. വിവാഹത്തിന് മുൻപ് ഹാജരാക്കിയ രേഖകളിൽ 2008 ജനുവരി 1 ആണ് ജനനതീയതിയായിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ 2 രേഖകളിലെ വൈരുദ്ധ്യം അത് വലിയൊരു വ്യാജരേഖ നിർമ്മാണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടോ എന്നുള്ള ഗൗരവകരമായിട്ടുള്ള സംശയം ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. സംഭവം വിവാദമായതോടുകൂടി മധ്യപ്രദേശിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് VHP തീരുമാനിച്ചിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം ചെയ്തതിനും അതിനെ കൂട്ടുനിന്നവർക്കുമെതിരെ മധ്യപ്രദേശ് പോലീസ് കേസെടുക്കാൻ ഒരുങ്ങുന്നതായിട്ടാണ് സൂചന. പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ച് നേരത്തെ നൽകിയ രേഖകൾ വ്യാജമാണെന്ന് തെളിയുകയാണെങ്കിൽ അത് സമർപ്പിച്ചവർക്കും അതിന് നിയമസാധുത നൽകിയ ഉദ്യോഗസ്ഥർക്കുമെതിരെ കടുത്ത നടപടികൾ ഉണ്ടായേക്കാം. 2025 ജനുവരി 21-ന് മൊണാലിസയുടെ 15ാം ജന്മദിനം ആഘോഷിച്ചതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടെന്നും അത് പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞില്ല എന്നതിന് തെളിവാണെന്നും പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ വിഷയം വരും ദിവസങ്ങളിൽ വലിയ തർക്കങ്ങൾക്ക് വഴിമരുന്നിടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഭരണപക്ഷത്തെ ഉന്നത നേതാക്കൾ പങ്കെടുത്ത ഒരു വിവാഹം നിയമവിരുദ്ധമാണെന്ന് തെളിയിക്കുന്നത് സർക്കാരിനും CPMനും വലിയ തിരിച്ചടിയാകും. ദേശാഭിമാനി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ മലയാള മണ്ണിൽ മംഗല്യം എന്ന തലക്കെട്ടോടുകൂടി വലിയ പ്രാധാന്യത്തോടെ നൽകിയ വാർത്തകൾ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഹിന്ദുത്വ സംഘടനകളുടെയൊക്കെ തന്നെ ഭീഷണി നിലനിൽക്കുന്നു എന്ന പേരിൽ സുരക്ഷാ വലയം ഒരുക്കിക്കൊണ്ട് നടത്തിയ ഈ വിവാഹം സത്യത്തിൽ നിയമലംഘനങ്ങൾ മറച്ചുവെക്കാനായിരുന്നോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ ഉയർത്തുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിഷയം സജീവ ചർച്ചയാക്കാൻ പ്രതിപക്ഷ സംഘടനകൾക്ക് ഇത് വലിയ ആയുധമായി മാറിയിരിക്കുകയാണ്. നിലവിൽ കേരള പോലീസ് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായി എന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിലും മധ്യപ്രദേശിൽ നിന്നുള്ള ഈ പുതിയ രേഖകൾ പുറത്തു വന്നതോടുകൂടി അവർക്കും ഇനി പുനഃപരിശോധന നടത്തേണ്ടി വരും. VHP നൽകിയ സർട്ടിഫിക്കറ്റ് വ്യാജമാണോ അതോ കേരളത്തിൽ സമർപ്പിക്കപ്പെട്ട രേഖകളാണോ തെറ്റ് എന്നത് ശാസ്ത്രീയമായ പരിശോധനയിലൂടെ മാത്രമേ ഇനി കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പുതിയ ജനന സർട്ടിഫിക്കറ്റിലെ തീയതിയും സമയവും അതായത് 2009 ഡിസംബർ 30 വൈകിട്ട് 5:30 അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ തന്നെ അതിൻ്റെ ഉറവിടം കണ്ടെത്തുക എന്നത് പോലീസിന് പ്രയാസകരമാകില്ല. ഒരു പ്രമുഖ വിവാഹം ഇത്രത്തോളം നിയമക്കുരുക്കുകളിൽ അകപ്പെടുന്നത് കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്.